وإذ قلتم يا موسى لن نصبر على طعام واحد فادع لنا ربك يخرج لنا مما تنبت الأرض من بقلها وقثائها وفومها وعدسها وبصلها قال أتستبدلون الذي هو أدنى بالذي هو خير اهبطوا مصرا فإن لكم ما سألتم وضربت عليهم الذلة والمسكنة وباءوا بغضب من الله ذلك بأنهم كانوا يكفرون بآيات الله ويقتلون النبيين بغير الحق ذلك بما عصوا وكانوا يعتدون. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയുടെ 61-ാമത്തെ ആയത്തിന്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ആയത്ത് അല്പം ദീർഘമുള്ളതുകൊണ്ട് ഈ ആയത്തിന്റെ വാക്കാർത്ഥങ്ങളും അതുപോലെ തന്നെ ആ വാക്കാർത്ഥങ്ങൾ ചേർത്തുകൊണ്ടുള്ള ഈ ആയത്തിന്റെ സാരവുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആകെ പഠിച്ചത്. ഇന്ന് നമുക്ക് ഈ ആയത്തിന്റെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യമാണ് പ്രാമാണികരായ മുഫസ്സിറുകൾ വിശദീകരിച്ചതിൽ നിന്ന് നമുക്ക് പഠിച്ച് മനസ്സിലാക്കാനുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയ കാര്യമാണ് ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ട് മൂസാ നബി അലൈഹിസ്സലാമയുമായി സിനാ മരുഭൂമിയിലെത്തിയ ഇസ്രായേൽ സന്തതികൾ അവർ മൂസാ നബി അലൈഹിസ്സലാമയിലൂടെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നേടിയെടുത്ത ആളുകളാണ്. എത്രയോ സന്ദർഭങ്ങളിലായി മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ സഹായത്തിനായി പ്രാർത്ഥിക്കുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം അവർക്ക് നൽകുകയും ചെയ്ത ചരിത്രം കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലായി നിരന്തരം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, വർഷങ്ങളോളം സിനാ മരുഭൂമിയിൽ അലഞ്ഞുതിരിഞ്ഞു നടന്ന ഇസ്രായേലിയർ അവർ യാതൊരു അധ്വാനവും കൂടാതെ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് മാത്രം അവർക്ക് ഭക്ഷിക്കുവാനായി മന്നായും സൽവായും അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഏർപ്പെടുത്തി കൊടുക്കുകയാണ്. കുറച്ചു കാലം ഈ ഒരു ഭക്ഷണം അവർ ആസ്വദിച്ച് കഴിച്ചപ്പോൾ പിന്നീട് അവർ മൂസാ നബി അലൈഹിസ്സലാമിയോട് പറയുകയാണ്, ഈ ഒരു മന്നായും സൽവായും കൊണ്ട് മാത്രം തൃപ്തിപ്പെടാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല, അതുകൊണ്ട് താങ്കൾ അള്ളാഹുവോട് ഒന്ന് പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് ധാന്യവും പച്ചക്കറിയും ഒക്കെ ഉൽപ്പാദിച്ചു കിട്ടണമെന്ന കാര്യം അത് അള്ളാഹുവോടൊന്ന് ചോദിക്കണമെന്ന് മൂസാ നബി അലൈഹിസ്സലാമിയോട് ബനു ഇസ്രായേലിയർ ആവശ്യപ്പെടുകയാണ്. ഈ കാര്യമാണ് സഹോദരങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയുടെ 61-ാമത്തെ ആയത്തിന്റെ തുടക്കത്തിൽ പറയുന്നത്. വഇദ് ഖുൽതും, നിങ്ങൾ പറഞ്ഞ സന്ദർഭം ഓർക്കുക എന്ന്. അതായത് ബനു ഇസ്രായേലിയർ ആവശ്യപ്പെടുകയാണ്, യാ മൂസ, ഓ മൂസ, ലൻ നസ്ബിറ അലാ ത്വആമിൻ വാഹിദ്, ഒരേ തരം ആഹാരവുമായി ക്ഷമിച്ചു കഴിയുവാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല. ഫദ്ഉ ലനാ റബ്ബക്, അതിനാൽ താങ്കളുടെ നാഥനോട് പ്രാർത്ഥിക്കണം. യുഖ്രിജ് ലനാ, ഞങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചു തരുവാൻ വേണ്ടി, മിമ്മാ തുംബിതുൽ അർളു മിൻ ബഖലിഹാ വഖിസാഇഹാ വഫൂമിഹാ വഅദസിഹാ വബസലിഹാ, മണ്ണിൽ മുളച്ചുണ്ടാവുന്ന തരത്തിലുള്ള ചീര, വെള്ളരി, ഗോതമ്പ്, പയറ്, ഉള്ളി മുതലായവ ഉൽപ്പാദിപ്പിച്ചു തരുവാൻ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്നാണ് ഇവിടെ ബനു ഇസ്രായേലിയർ ആവശ്യപ്പെടുന്നത്. നോക്കൂ സഹോദരങ്ങളെ, ഇമാം ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പറയുകയാണ്, അവർക്ക് അള്ളാഹു നൽകിയ ഭക്ഷണം കഴിച്ച് ഈ ബനു ഇസ്രായേലിയർക്ക് മുഷിപ്പ് തോന്നുകയും അവർ മുമ്പ് ഈജിപ്തിൽ നിന്ന് കഴിച്ചിരുന്ന കാലത്ത് അവർ കഴിച്ചിരുന്നതായ പയറും ഉള്ളിയുമൊക്കെ ഓർമ്മ വരികയാണ്. അതുകൊണ്ടാണ് അവർ തുറന്നടിച്ചുകൊണ്ട് അള്ളാഹുവോട് ചോദിക്കാൻ ആവശ്യപ്പെടുന്നത്, ഞങ്ങൾക്ക് ഇനി ഇതുപോലെയുള്ള ഒരേ തരത്തിലുള്ള ആഹാരം കഴിക്കാൻ സാധ്യമല്ല, അതുകൊണ്ട് താങ്കൾ അള്ളാഹുവോട് ഇന്ന സാധനങ്ങളൊക്കെ വേണമെന്ന് ഞങ്ങളുടെ ആവശ്യം അത് ബോധിപ്പിക്കണമെന്ന് ഇവർ മൂസാ നബി അലൈഹിസ്സലാമിയോട് പറയുക. സുബ്ഹാനല്ലാഹ്,
ഒന്ന് ആലോചിച്ചു നോക്കൂ, എന്തൊരു ധിക്കാരമാണ് ഈ സ്വഭാവം സഹോദരങ്ങളെ. എപ്പോഴാണ് ഇവർ ഇങ്ങനെ അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത്? അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിച്ചുകൊണ്ട് മൂസാ നബി അലൈഹി ഇസ്ലാമിയെ അനുസരിക്കാതെ ഫലസ്തീനിലേക്ക് നീങ്ങാനുള്ള അവിടെയുള്ള ആളുകളുമായി ഒരു യുദ്ധം നടത്തേണ്ടി വരുമെന്ന അവസ്ഥ ഉണ്ടായപ്പോഴാണ് അള്ളാഹുവിനെ അനുസരിക്കാതെ മൂസാ നബി അലൈഹി ഇസ്ലാമിയുടെ നിർദ്ദേശങ്ങൾ വകവെക്കാതെ ആ സിനാ മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുമ്പോഴാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിയോട് അവർ പറയുന്നത്, ഞങ്ങൾക്ക് ഇനി ഇതുപോലെയുള്ള ആഹാരം കഴിക്കാൻ സാധ്യമല്ല, താങ്കൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കണം, മണ്ണിൽ മുളച്ചുണ്ടാവുന്ന തരത്തിലുള്ള ചീരയും വെള്ളരിയും ഗോതമ്പും പയറും ഉള്ളിയുമൊക്കെ ഞങ്ങൾക്ക് ഭക്ഷണമായി നൽകുവാൻ താങ്കൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കണമെന്ന് തനി ധിക്കാരികളായ ബനു ഇസ്രായേലിയർ മൂസാ നബി അലൈഹി ഇസ്ലാമിയോട് ആവശ്യപ്പെടുകയാണ്. ഈ സമയം മൂസാ നബി അലൈഹി ഇസ്ലാം അവരോട് മറുപടി പറഞ്ഞത്, അല്ലെങ്കിൽ അവരോട് ചോദിച്ചത്, ഖാല അതസ്തബ്ദിലൂന അല്ലദീ ഹുവ അദ്നാ ബില്ലദീ ഹുവ ഖൈർ. അദ്ദേഹം പറയാണ്, കൂടുതൽ ഉത്തമമായത് വിട്ട് തികച്ചും താണതരത്തിലുള്ളതാണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത്? ഇഹ്ബിത്തു മിസ്ര, എന്നാൽ നിങ്ങൾ ഒരു പട്ടണത്തിൽ ഇറങ്ങിക്കൊള്ളുക, ഫഇന്ന ലക്കും മാ സഅൽതും, അപ്പോൾ നിങ്ങൾ ചോദിച്ചത് നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരിക്കുമെന്നാണ് മൂസാ നബി അലൈഹി ഇസ്ലാം അവരോട് മറുപടി പറഞ്ഞത്. ഇവിടെ മൂസാ നബി അലൈഹി ഇസ്ലാം അവരോട് വളരെ കർക്കശമായാണ് പ്രതികരിക്കുന്നത്. ഒരു അധ്വാനവുമില്ലാതെ യഥേഷ്ടം ലഭിച്ചുകൊണ്ടിരുന്ന മന്നയും സൽവയും, അതും അള്ളാഹു അവർക്ക് പ്രത്യേകമായി അനുഗ്രഹിച്ചു നൽകിയ വളരെ രുചിയുള്ള മുന്തിയ നിലക്കുള്ള ഒരു ഭക്ഷണം, അത് തൃപ്തിപ്പെടാതെ അതിനു പകരം ഭൂമിയിൽ എല്ലാവരും പൊതുവെ ഉപയോഗിച്ചു വരുന്ന താഴേക്കിടയിലുള്ള ഭക്ഷണം അത് വേണമെന്നാണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത്? അതാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ മൂസാ നബി അലൈഹി ഇസ്ലാം അവരോട് പറയുകയാണ്, ഇഹ്ബിത്തു മിസ്ര, എന്നാൽ നിങ്ങൾ ഒരു പട്ടണത്തിൽ ഇറങ്ങിക്കൊള്ളുക, ഫഇന്ന ലക്കും മാ സഅൽതും, അപ്പോൾ നിങ്ങൾ ചോദിച്ചത് നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരിക്കുമെന്ന്. അതായത് അള്ളാഹു അനുഗ്രഹിച്ചു നൽകിയ ആ ഉത്തമമായ ഭക്ഷണത്തിന് പകരം നിങ്ങൾ ആവശ്യപ്പെടുന്നത് നിങ്ങൾ സാധാരണ കഴിച്ചു വരാറുള്ള താണതരത്തിലുള്ള ഭക്ഷണമാണ് എങ്കിൽ നിങ്ങൾ ഈ മരുഭൂമിയിൽ നിന്ന് വല്ല പട്ടണത്തിലേക്ക് പോയി താമസം മാറ്റിക്കൊള്ളുക, എന്നാൽ നിങ്ങൾ ആവശ്യപ്പെട്ട ഭക്ഷണങ്ങളെല്ലാം അവിടെ കിട്ടുന്നതാണ് എന്ന് മൂസാ നബി അലൈഹി ഇസ്ലാം അവരെ അറിയിക്കുകയാണ് ചെയ്തത്. ഇവിടെ ഇഹ്ബിത്തു മിസ്ര എന്ന് മൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞത് നിങ്ങൾ ഏതെങ്കിലും ഒരു പട്ടണത്തിൽ ഇറങ്ങിക്കൊള്ളുക എന്നതാണ് അതിന്റെ അർത്ഥമെന്ന് തഫ്സീർ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഇത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വ്യാഖ്യാനമായി ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ കൊടുത്തിട്ടുള്ള ഒരു വ്യാഖ്യാനമാണ്. ഇമാം ത്വബരി റഹിമഹുല്ലയിൽ നിന്നും അബു അൽ ആലിയ റഹിമഹുല്ലയിൽ നിന്നും അതുപോലെ റാബി ഇബ്നു അനസ് റഹിമഹുല്ലയിൽ നിന്നും ഒക്കെ റിപ്പോർട്ട് ചെയ്ത നിവേദനത്തിൽ ഇവിടെ മിസ്ർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഫിർഔൻ ഭരിച്ചിരുന്ന ഈജിപ്താണ്, ആ മിസ്രിലേക്ക് പോയിക്കൊള്ളാനാണ് മൂസാ നബി അലൈഹി ഇസ്ലാം പറയുന്നത് എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയും. ഇബ്നു കസീർ റഹിമഹുള്ളയെ പോലെയുള്ള മുഫസ്സിറുകൾ പ്രബലമായ അഭിപ്രായമായി പറയുന്നത് അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ അത് സമീപത്തുള്ള ഏതെങ്കിലും ഒരു പട്ടണത്തെ കുറിച്ചാണ് എന്നാണ് സഹോദരങ്ങളെ ഇവിടെ പ്രബലമായിട്ടുള്ള അഭിപ്രായം. ഇതാണ് സഹോദരങ്ങളെ ഈ 61-ാമത്തെ ആയത്തിന്റെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങളുടെ വ്യാഖ്യാനമായി പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ. ഇനി തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യങ്ങൾ, ഇതേ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയുന്ന കാര്യങ്ങൾ, അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.